നമസ്കാരമാണ്. പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ മോർണിംഗ് തന്നെ 50 ഐലൻഡിലേക്ക് പോവാണ്. നമ്മളത് ബീച്ച് വൈബാണ് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് വേണം കാണാൻ. നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട്. സോ നമുക്കിനി അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ ആ വണ്ടി കയറി പോകാൻ പോവാണ്. നമുക്കിന്ന് ഇത് ഷെയറിങ് ബേസിസിലാണ്. നമ്മുടെ കൂടെ വേറെ ആൾക്കാരുണ്ടാവും. ഇവിടെ എല്ലാം ഇങ്ങനെ വലിയ വലിയ വണ്ടികളാണ്. കുറേ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വണ്ടികളാണ്. ഒരു 10 പേരൊക്കെ ഒരു വാൻ പോലത്തെ വലിയൊരു വണ്ടിയിലാണ് ഇവിടുത്തെ. നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഗൈഡ് വന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് പോകും. നമുക്കൊരു ബാൻഡ് തന്നിട്ടുണ്ട്, ഓറഞ്ച് കളർ. നമ്മളുടെ ഓരോ ബോട്ടിൽ ഓരോ ബാൻഡ് ആയിരിക്കും. അങ്ങനെയാണ്. ഇവിടെ മിൽക്ക് ഉണ്ട്, പിന്നെ കോൺഫ്ലെക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്വീറ്റ്സ് ഉണ്ട്, എഗ് ഉണ്ട്, അങ്ങനത്തെ എന്തൊക്കെയുണ്ട്. നമുക്ക് ബോട്ടിങ് പോകാനുള്ളൊരു ക്ലാസ്സാണ് എടുത്തത്. ഞാൻ കുറച്ച് ബ്രെഡും കുറച്ച് ചോക്കോസും മാത്രമേ എടുത്തുള്ളൂ. പിന്നെ കുറച്ച് മധുരവും ഒരു ഫ്രൂട്ടും. ഞങ്ങൾ ടേസ്റ്റ് ഒന്നുമില്ല, കാരണം നമ്മൾ യൂഷ്വലി കഴിക്കുന്നതല്ല. ബ്രെഡ് അല്ലായിരുന്നു. നമ്മളത് ഒരു ക്ലാസ്സിനെ കൊണ്ട് ഇരുത്തേക്കുകയാണ്. ക്ലാസ്സല്ല, ജസ്റ്റ് നമുക്ക് ബോട്ടിൽ പോകുമ്പോൾ ഉള്ള ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിളിച്ചിട്ട് പോയി. അപ്പോൾ അതോട് വെച്ചിട്ട് പോകുന്നതായിരിക്കും. ഇനി 10 മിനിറ്റ്സ് കൂടി തരാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പുള്ളി സംസാരിച്ച എൻ്റെ 10 മിനിറ്റ് കഴിയുമ്പോൾ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താണെന്ന് വെച്ചാൽ let's make today to be happy day. Don't be serious. Somebody, if you feel serious, we will throw you the water immediately. No serious, everybody happy only. And if you happy holiday, we happy our job also, everybody. So let's make today to be happy day. And so to me, all together louder than me, one more time. Good morning. Good morning. I love you. I love you. You love me? Yes. Oh, I don't believe you. Walk around the beach. I mean, sand is very white sand, beautiful sand, about 40 or 45 minutes. And after that, we come to see Blue Lagoon. Everybody, Blue Lagoon, like this one. This one, Blue Lagoon. നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ചെറിയ ക്ലാസ് പോലെ ഉണ്ടായിരുന്നു. ലൈക്ക് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് അവിടെ ഉള്ളത്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ 3-4 ഐലൻഡിലേക്കൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 1 ഐലൻഡാണ് ഉള്ളത്. ജെയിംസ് ബോണ്ട്, ഫിഫി ഐലൻഡ്. ഫിഫിയിൽ തന്നെ 2 എണ്ണം ഉണ്ടാവും. ഫിഫി ഐലൻഡ് എന്ന് അങ്ങനെ 2 ഐലൻഡിലേയും കൂടി ചേർന്നിട്ടാണ്. ഭയങ്കര ഒച്ച. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളാണ്. നമ്മളിതാ വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഓ, കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഞങ്ങളിതാ ജേണി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് പിന്നിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ചാടി ചാടി ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സ്പീഡ് ബോട്ടിൽ കയറുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സീ സിക്നെസ് ഉണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ആൻഡ്
ടു എക്സ്പീരിയൻസ്. ഇപ്പം അധികം വെയിലൊന്നും അടിക്കുന്നില്ല. പിന്നെ നമ്മളെ ഈ ഒരു ബോട്ടിനകത്ത് കുറച്ച് പേരേ ഉള്ളൂ. നമുക്ക് കുറച്ച് ബാൻഡ്സ് കണ്ടിട്ടുണ്ട്, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ അങ്ങനെയൊക്കെ. അതിനകത്ത് ഓരോ ബോട്ടിലും ഓരോ ആൾക്കാരാണ്. ആൻഡ് അവർ വേറെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോവുക. ബിക്കോസ് നമ്മൾ ഒരേ ഐലൻഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഐലൻഡിൽ ക്രൗഡ് കൂടും. അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ ഡിഫറെൻ്റ് ആക്കിയിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വെയിൽ അധികം അടിക്കുന്നില്ല, പക്ഷെ ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കൊള്ളാം, ചാടി ചാടി പോകുന്നത്. Department. There are 6 islands, but we go only 2 islands. For the first island here is called P Don Island. After this, ടോട്ടൽ നമ്മൾ ഈ ജേർണിയിൽ 3 ഐലൻഡ്സാണ് കവർ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഐലൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. മങ്കി ഐലൻഡ് എന്നാണ് ഈ ഒരു ഐലൻഡിൻ്റെ പേര് പറഞ്ഞത്. ഇവിടെ മങ്കീനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ ഗൈഡാണ് കേട്ടോ ഇത് എല്ലാം നമുക്ക് പറഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആളാണ് നമ്മുടെ ഗൈഡ്. യോയോ എന്നാണ്, ശരിക്കും അതാണോ പേരെന്നറിയില്ല. ഞങ്ങളെ അങ്ങനെയാണ് യോയോ എന്നാണ് പേര് പറഞ്ഞ് പഠിപ്പിച്ചത്. എന്തോ ഒരു മങ്കീനെ കാണാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ബട്ട് ഞാൻ മങ്കീനൊന്നും കാണില്ല, ഞാൻ ജസ്റ്റ് വ്യൂ കാണാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര ഭംഗിയാണ്, ബ്ലൂ കളർ വാട്ടർ കണ്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മങ്കീനെ കണ്ടതിന് ശേഷം അടുത്ത ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഐലൻഡിൽ പോകുമ്പോഴും അവരെന്തൊക്കെയാണ് ഏതൊക്കെ ഐലൻഡിലേക്കാണ് പോകുന്നതെന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. പക്ഷേ ബ്യൂട്ടി ഉണ്ടല്ലോ, എനിക്ക് ആക്ച്വലി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് നമ്മൾ റീലിലൊക്കെ കാണുന്ന ആ ഒരു സംഭവത്തിൽ ഞാനൊക്കെ ഒരിക്കലും പോകുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിലേക്കൂടെ ഇങ്ങനെ നമ്മൾ പോയി അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫിഫി ഐലൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിഫി ഐലൻഡ് എന്ന് 2 ഉണ്ട്, ഫിഫി ലേ ആൻഡ് ഫിഫി ഡോൺ. സോ ആദ്യം നമ്മൾ ഫിഫി ഡോൺ ഐലൻഡിലേക്കാണ് പോകുന്നത്. ഏകദേശം ഉച്ചയായിട്ടോ നമ്മൾ ഈ ഒരു ടൈമിൽ. അപ്പോൾ അവിടെ തന്നെയാണ് നമുക്ക് ലഞ്ചും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിഫി ഐലൻഡിലെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്കൂബ ഡൈവിംഗ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പേയ്മെൻ്റൊക്കെ ചെയ്ത് ആണ് വന്നിരുന്നത്. 22 സ്ലോട്ട് എന്തോ ഉണ്ടായിരുന്നുള്ളൂ, അത്ര പേർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നീന്തൽ അറിയില്ലെങ്കിലും ഒട്ടും ബേസിക്കായിട്ട് ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് ഇറങ്ങാൻ പറ്റും. ഐ തിങ്ക് പുറത്തങ്ങനെ ഇറക്കത്തില്ല എവിടെയും. അപ്പോൾ ഇവർ അതിനനുവദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ചേച്ചിയൊക്കെ ഇറങ്ങുന്നത്. ഞാനും ചേച്ചി മാത്രമേ ഇറങ്ങുന്നുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടും ടൈം കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഇവർ അവിടെ എത്തിയപ്പോൾ തന്നെ ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ സെഗ്രിഗേറ്റ് ചെയ്ത് വിളിച്ചിട്ട് പോയി. അപ്പം ഫാമിലി വേറെ സ്ഥലത്തും ഞങ്ങൾ വേറെ സ്ഥലത്തും ആയിപ്പോയി. എന്നിട്ട് ഇതിനുള്ളൊരു ചെറിയൊരു സിമ്പിൾസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ കാണിക്കേണ്ട ആക്ഷൻ അതെല്ലാം കാണിച്ചെന്ന്. അപ്പം ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ 1000 തായ് ബാത്ത് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് അയ്യോ ഫോട്ടോ എടുക്കണമെന്നുണ്ട്, പക്ഷേ ഇത്രയും ഭയങ്കര വിലയാണോ, അപ്പോൾ അതൊന്നും ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ ക്യാമറയിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അമ്മ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ഭയങ്കര അടിപൊളി രസമാണെന്ന്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഈ സ്കൂബ ഡൈവിങ്ങും. ആദ്യമേ നമുക്കൊരു ബെൽറ്റ് എടുത്ത് അരയിലോട്ട് കെട്ടിത്തരും. അതൊരു 10 കിലോൻ്റെ അടുത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സിലിണ്ടറും കുറ്റി എടുത്ത് വെച്ചപ്പോഴത്തേന് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ വെയിറ്റ് എനിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ നാടുമായിരുന്നു ശരിക്കും. വീഡിയോയിൽ കാണുന്നില്ല, ഞാൻ പുറത്ത് കാണിക്കാതെ മാക്സിമം നോക്കിയപ്പോൾ എൻ്റെ ചേച്ചിയും വേറൊരു കുട്ടിയും കൂടിയാണ് ഒരുമിച്ച് ഇറങ്ങിയത്. ഞാനും ചേച്ചിയും കൂടി ഒരുമിച്ച് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് സിലിണ്ടർ വെക്കാനായിട്ട് അവരെന്നെ ബാക്കിലേക്ക് വിളിച്ചിട്ട് പോയി. അപ്പോഴേക്കും ചേച്ചിയും വേറൊരു കുട്ടീനെയും കൂടെ അയാൾ ഇറക്കി. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയും ആ കുട്ടി 2 പേരും പേടിയുള്ളവരായതുകൊണ്ട് അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഒരു ഫോറിനറായിരുന്നു. അപ്പം ആ പുള്ളിക്കാരെ സ്ഥിരമായിട്ട് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആൾ എന്നെ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ തലയിലേക്ക് വെക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ കണ്ണിലേക്ക് വെക്കുന്നത്, അത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മൂക്കങ്ങ് ക്ലോസ് ആവും. മൂക്കും കൂടി ക്ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ നോർമലി മൂക്കിക്കോടെ അല്ലേ ശ്വാസം എടുക്കുന്നത്, പിന്നെ നമുക്ക് വായക്കോടെ എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ അതിൽ കടിച്ച് പിടിച്ച് ഇങ്ങനെ എടുക്കുമെന്ന് പറയും.
അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് താഴേക്ക് നോക്കെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ താഴേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി എനിക്ക് പറ്റുന്നില്ല കയറണം, ലൈക്ക് ചെവിടൊക്കെ നമ്മുടെ ഭയങ്കരമായിട്ട് അടയും. അപ്പോൾ ഞാൻ പറ്റുന്നില്ല എന്നുള്ള സിമ്പിളൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അയാളിങ്ങനെ റിലാക്സ് ആവും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ വന്ന ആൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ആളിങ്ങനെ റിലാക്സ് ആവും, ഓക്കെ ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ച് അങ്ങനെയാണ് വെള്ളത്തിലേക്ക് നോക്കിയത്. പക്ഷേ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. ഒരുപാട് അടിത്തട്ടിലേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിലും സ്റ്റിൽ നമ്മൾ അത്യാവശ്യം പോകുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മളുടെ ഫിസിക്കലി കുറച്ച് ഡിഫിക്കൽട്ടീസും ഉണ്ട് കേട്ടോ. നമുക്ക് ചെവിയൊക്കെ ഭയങ്കരമായിട്ട് അടയും. നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുപോലെ നമ്മുടെ ചെവിടൊക്കെ അടയും. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ വൺസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്കൂബ ഡൈവിങ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ഇങ്ങനെ ചൊരുക്കൊക്കെ വന്നിട്ട്. നമുക്ക് ഓരോ സ്ഥലത്തും ഇത്ര ടൈം ലിമിറ്റ് തന്നിട്ടുണ്ട്. അതിപ്പോൾ 40 മിനിറ്റ്സ് 1 അവർ അങ്ങനെയൊക്കെ ടൈം ലിമിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂബ ഡൈവിങ്ങിന് പോയി വന്നപ്പോഴത്തേനും നമ്മുടെ ടൈം പകുതിയും തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയിട്ടുണ്ടായത്. ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഒന്നും ആക്ച്വലി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം സ്കൂബ ഡൈവിങ്ങിന് പോയി ഒരുമാതിരി വെള്ളത്തിൽ വീണാൻ നനഞ്ഞ കോഴിനെ പോലെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം ഞാൻ കുറച്ച് നൂഡിൽസും പിന്നെ ഒരു ചിക്കൻ പുഴുങ്ങിയ പോലത്തെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു. അത്യാവശ്യം നമ്മുടെ ഒരു കേരള ഇന്ത്യൻ സ്റ്റൈലായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് കൈ കിട്ടിയതൊക്കെ വാരി വലിച്ച് കഴിച്ചു. ലഞ്ച് കഴിച്ച് വന്നിരിക്കുകയാണ്. ബീച്ച് കാണാൻ ഞങ്ങൾ ഇപ്പോഴാണ് പോകുന്നത്. ചേച്ചിക്ക് ചൊരുക്കൊക്കെ വന്ന് ഞാനാക്കി ടയേർഡായി. പക്ഷെ പോകുമ്പോൾ അടിപൊളിയാണ്, നല്ല നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി കാണാനായിട്ട്. അതെ, പക്ഷേ എനിക്കും ഈ പറഞ്ഞ പോലെ ആദ്യം ഇറങ്ങിയപ്പോൾ ത്രോട്ട് ഇങ്ങനെ ഭയങ്കര ഉണങ്ങിയിട്ട് അയ്യോ ഇങ്ങനത്തെ സീനായിരുന്നു. എനിക്ക് കയറണം അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. പക്ഷെ എനിക്കത് കാണണം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ താഴേക്ക് പോയപ്പോഴത്തേനും മറ്റേ ആ ഒരു അതിൻ്റെ മീനിൻ്റെ പേരെന്തോ ഒരു ഓറഞ്ച് കളർ കാട്ടുള്ളൊക്കെ ഉള്ള മീൻ, അതിനൊക്കെയാണ് നമ്മൾ തലോടാനൊക്കെ പോകുന്നത്. അയ്യോ നല്ല രസമായിരുന്നു. പിന്നെ പവിഴപ്പറ്റി പിന്നെ കുറേ കളർഫുൾ മീനിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെയൊക്കെ പോയി നല്ല രസമായിരുന്നു. നമ്മളിപ്പോഴാണ് ബീച്ച് കാണാൻ വരുന്നത് കേട്ടോ. വൈറ്റ് കളർ മണൽ, നീലാകാശം. മനസ്സിലായില്ലേ? ഇവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ ബീച്ച് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാലും കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഓടി വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ബോട്ടിൽ അതേ ടൈമിങ്ങിൽ കയറണം, ഇല്ലെങ്കിൽ യോയോ നമ്മളെ കൊണ്ടുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫിഫി ലേ ഐലൻഡാണ്. ഈ ഐലൻഡാണ് നമ്മൾ വീഡിയോസിൽ റീൽസിലൊക്കെ കാണാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഫിഫി ലേ ഐലൻഡിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ ഇങ്ങനെ ഒരു ബോട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതിൻ്റെ പേരെന്തായിരുന്നു? ടെയിൽ ബോട്ടോ അങ്ങനെ സംതിങ് ആണ്. ഇതാ അപ്പുറത്ത് കണ്ടോ, ഇതാ ഇതുപോലെ നമുക്ക് മുമ്പത്തൊക്കെ പോയിരുന്ന് ഫോട്ടോ എടുക്കാവുന്ന രീതിക്ക് ആണ് ഇവരിതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഫോട്ടോ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ചേച്ചി സ്കൂബ ഡൈവിങ് ചെയ്ത് ചൊരുക്കൊക്കെ എടുത്ത് ഇരിക്കുവാണ്. എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഡിഫിക്കൽട്ടി ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ആൾക്കാരും പിന്നെ ഇവിടെ നമുക്ക് സ്നോർക്ലിംഗ് ചെയ്യാനായിട്ടുള്ള സാധനമൊക്കെ തന്നിട്ടുണ്ട്. ഈ ടെയിൽ ബോട്ടിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയില്ലായിരുന്നു ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. ഇവർ പറഞ്ഞപ്പോഴാണ് ഓക്കെ ഓരോ ഫാമിലിക്ക് അല്ലെങ്കിൽ കപ്പിൾസിന് വേണ്ടിയിട്ട് അതായിട്ട് അവർ തരും. അതിൽ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിർത്തി ഫോട്ടോ എടുക്കാം, ഇഷ്ടമുള്ളിടത്ത് നിർത്തി ഇറങ്ങാം, സ്നോർക്കിൾ ചെയ്യാം, അങ്ങനെ ഇഷ്ടമുള്ളിടത്ത് എല്ലാം അവിടെ നിർത്താമെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനുള്ള സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ നമുക്കിത് വയൊക്കെ ഇട്ടിട്ട് ഇവിടെ നമ്മുടെ ഏത് ലെവലിലാണല്ലോ നീന്തൽ അറിയാമെങ്കിൽ ചെയ്യാം, എന്നിട്ട് ഇറങ്ങാം. കണ്ടോ നമ്മളതാ ഇവിടെ നിർത്തിയിരിക്കുവാണ്. നങ്കൂരിട്ട് ഞാൻ വെള്ളത്തിലിറങ്ങാൻ പോവാണ്. അവള് നനഞ്ഞ മൊത്തം. നീങ്ങിട്ട് നീങ്ങിട്ട് കണ്ണയില് കണ്ടോ എന്ത് രസാ, അടിപൊളി സ്ഥലം, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഒരുപാട് ഫോട്ടോസ് എടുക്കാം, ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലം. ഇവിടെ വന്നാൽ പിന്നെ ഇറങ്ങാതിരിക്കരുത്, ഇറങ്ങണം. ആൻഡ് ബീച്ച് വെയേഴ്സ് ഒക്കെ എടുത്തിട്ട് വരാം, പറ്റുവാണെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സ്, ലൈക്ക് നമ്മൾ നനഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ടൈം ലിമിറ്റ് കഴിഞ്ഞു, ഞങ്ങൾ ബോട്ടുകാരൻ അതിലേക്ക് പിടിച്ചു. അതാണ് ഞങ്ങളുടെ ബോട്ട്. നോക്കി കണ്ടൊക്കെ പോകണം, കല്ലൊക്കെ ഉണ്ട്, പിന്നെ ഇതിൻ്റെ പങ്കായ സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് നോക്കി പോകണം. വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം. നമ്മൾ
തിരിച്ച് കയറിയിട്ടോ. ഇനി ഇവിടുന്ന് പോകാനുള്ള ടൈമാണ്. ഐ തിങ്ക് ഇനി ഒരു ഐലൻഡ് കൂടി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ നമുക്ക് അൺലിമിറ്റഡ് ഫ്രീ വാട്ടർ കിട്ടും. വാട്ടർ എന്ന് വെച്ചാൽ ഇതും പിന്നെ നോർമൽ വാട്ടർ കിട്ടും. അടുത്ത ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പേര് മറിയാന്നോ എന്തോ ആണ് പറഞ്ഞത്, അറിയില്ല. ബട്ട് അധികം 45 മിനിറ്റ്സ് ഉണ്ട്. പക്ഷേ അധികം അവിടെ എന്തോ നടന്ന് എത്തണം എന്ന് പറഞ്ഞു. ഇവിടെ നോക്ക്, നല്ല ക്ലിയർ വാട്ടർ ആൻഡ് അതിൽ നല്ല ഫിഷ്, നല്ല ഭംഗിയുള്ള ഫിഷ്. സ്കൂബ ഡൈവിങ്ങിൽ ഞങ്ങൾ കണ്ട ഫിഷസ് ഒക്കെ ഇവിടെ ഉണ്ട്. തെളിഞ്ഞ വെള്ളമാട്ടോ. നമ്മുടെ ഇവിടേക്ക് ഇങ്ങനത്തെ വെള്ളം കാണാൻ പോലും കിട്ടത്തില്ല. അവിടെ ഫുൾ നമുക്ക് താഴെ എല്ലാം കാണാം. നല്ല തെളിഞ്ഞ വാട്ടം, തെളിഞ്ഞ വാട്ടം, തെളിഞ്ഞ വാട്ടർ. ഇങ്ങനെയാട്ടോ താഴേക്ക് ഇറങ്ങി പോയിട്ടാണ്. തണലുള്ള സ്ഥലം, ബാക്കി തണലുള്ള സ്ഥലത്ത് ഞങ്ങൾ വന്നത് ഇവിടെയാണ്. ഇവിടെ ആക്ച്വലി ആപ്പ് വെക്കേണ്ട ആവശ്യമില്ല. ഇത് കൈ പിടിച്ച് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ കട കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും നേരെ പോകുന്നുണ്ട്. നമുക്ക് നേരെ പോയി നോക്കാം. ഇത് ഒരു ബീച്ചാണ്, മായാ ബേ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നല്ല പിക്ചേഴ്സൊക്കെ എടുക്കാനായിട്ട് പറ്റുന്ന നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ. ഇവിടെ എല്ലാവിടെ അങ്ങനെ തന്നെയാണ്, എന്നാലും കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ വെള്ളത്തിലേക്ക്, നോർമലി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് കാലിൻ്റെ ആങ്കിൾ നനയ്ക്കുന്ന രീതിയിൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും ഗൈഡ് വന്നിട്ട് കയറ്റും. ബിക്കോസ് ഇവിടെ ഷാർക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ടായി. അതിലോട്ട് അധികം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഷാർക്ക് വന്ന് നമ്മളെ കടിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയുണ്ട് തായ്ലാൻഡ്? സുഖമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് തായ്ലാൻഡ്. ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? ഡ്രസ്സ് ഇപ്പൊ നമ്മൾക്ക് എല്ലാവരും ഒരുപോലെ കണ്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ പറയണ്ടല്ലോ. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡ് കുഴപ്പമില്ല, കഴിച്ചു കൂട്ടാ. ഇന്നലത്തെ ഫിഷ് ആയിരുന്നു, അത് ഭയങ്കര ബോറായി പോയി. ഗ്രിൽ ഐറ്റംസ് ഒക്കെ കൊള്ളാം. വേറെ കാഴ്ചയൊക്കെ നല്ലതായിരുന്നു. ഇനി നമുക്കൊന്ന് തവളേനെയും മുതലേനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഇല്ല, ഞങ്ങളുടെ ടൈം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ്. ഇനി നമുക്ക് ഓരോ ഐലൻഡിലും കൂടി പോകണം. അത് ഇച്ചിരി ദൂരെയുള്ള ഒറ്റ ഐലൻഡാണ്. ഇതിപ്പോൾ 50 ഐലൻഡിൽ തന്നെ പല പല ഐലൻഡ്സ് ആയിരുന്നു. ഇനി നമുക്കുള്ളത് ഒരൊറ്റ ഐലൻഡ്, അത് ഇച്ചിരി ദൂരത്താണ്. അവിടെ നമുക്ക് സൺസെറ്റ് ആൻഡ് കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി അവിടേക്ക് പോകാം. നമുക്കതുകൊണ്ട് ബോട്ടിലേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി പോവാണ്. നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ടൈം ആയിട്ടുണ്ട്. സോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഭയങ്കര ക്രൗഡ് ഉണ്ടല്ലോ, എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബോട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ 3:45 അപ്പം നമുക്കിത് അവിടെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇവിടെ നിന്ന് തന്നെ ഇവർ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എടുത്തോ, കുഴപ്പമില്ല. ഇല്ല, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ബോട്ടിംഗ് എത്തിയിരിക്കുകയാണ്. ഇതൊരു ബീച്ചാണ്. ബാക്കി ഇത്രയും ദിവസം നമ്മൾ ഇത്രയും ദിവസമല്ല, ഇത്ര നേരം നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഐലൻഡ്സ് ആയിരുന്നു. ഇതൊരു പക്ക ബീച്ച് ആണ്. നമുക്ക് ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ്, ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. പിന്നെ അതുപോലെ ഇവിടെ ബാറുണ്ട്, ഫുഡുണ്ട്, പിന്നെ ഇങ്ങനെ മറ്റേ ഉണങ്ങാനിരിക്കുന്ന കസേരകളുണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ. ചേച്ചി ഓക്കെ ആയില്ലേ? ഓക്കെ, കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്തപ്പം ഓക്കെ. പിന്നെ ഫ്രൂട്ട്സ് അവർ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ തന്നിട്ടാ, അതിൽ നിന്ന് എനിക്കൊരു ആശ്വാസം കിട്ടിയായിരുന്നു. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇന്നലെ ആണെന്നുണ്ടെങ്കിലും കിട്ടിയ ഡ്രൈവർ തൊട്ട് എല്ലാവരും ഭയങ്കര അടിപൊളി, ഭയങ്കര വൈബുള്ള ആൾക്കാർ, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. ലൈക്ക് ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് അതിന് ചെയ്യാം. പിന്നെ അതുപോലെ തമാശയും അങ്ങനെ ആ വൈബിനുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ജേർണി എൻജോയിങ് ആക്കി തീർക്കാൻ സാധിച്ചു. ഇനി നമുക്ക് ബീച്ചിൽ, നമ്മളിപ്പം ബീച്ച് ആക്ടിവിറ്റീസ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് നേരം പോയി വെള്ളത്തിൽ കിടക്കാം, നീന്താം, അങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ്. പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല. അച്ഛാ, എങ്ങനെയുണ്ട് തായ്ലാൻഡ്? തായ്ലൻഡ് കളക്കാൻ ഉഗ്രാൻ എൻജോയ്മെന്റ്.
കാണുമ്പോഴേക്കും ഒരു ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവർ ഹിന്ദിയിൽ ആണ് പറയുന്നത്. ഇവിടെ കൂടുതൽ ഹിന്ദിക്കാരെ വരുന്നത് തോന്നുന്നു. പഠിച്ചു ചെക്ക് ചെയ്യണം കുറച്ച് വേർഡ്സ്. അതെ, ഹിന്ദിയിലാണ് കൂടുതൽ. മലയാളം ഒന്നും അങ്ങനെ പറഞ്ഞൊന്നുമില്ല. ഹിന്ദിയിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി. പിന്നെ ഇന്നലത്തെ നമ്മുടെ ഡ്രൈവർ ആണെങ്കിൽ സീനായിരുന്നു. നിഖിൽ ചേട്ടനെ ഷാരൂഖ് ഖാൻ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഭയങ്കര തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ നിൽക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് നോക്കി വേണം നിൽക്കാൻ. അതായത് ഒരു ബ്ലാക്ക് കളറ് ഒരു മുള്ളു പോലെയുള്ളൊരു ഫിഷ് ഉണ്ട്. ഫിഷാണെന്ന് അറിയില്ല. ഒരു ഇവിയുണ്ട്. അത് നമ്മളെ അതിൻ്റെ നമ്മളിപ്പോൾ അതിന് ചവിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1 month വേണ്ടി വരും നടക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ നമ്മൾ ഓൾറെഡി സ്കൂബ ഡൈവിങ്ങിന് പോയപ്പോഴും അതുപോലെ തന്നെ വേറെ കഴിഞ്ഞ ഐലൻഡിൽ പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. കല്ല് നോക്കിക്ക്, ഇവിടെ നമ്മളുടെ ഇവിടെ കാണുന്ന പോലത്തെ കല്ലല്ല. ഇച്ചിരി ഒരു വേറെ എന്തോ ഒരു ടൈപ്പ് ഓഫ് കല്ലോ എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഭയങ്കര സ്ട്രോങ്ങാ സംഭവം എന്താണെന്ന് അറിയത്തില്ല. തരാം. ഇവിടെ ഒരാളൊരു കൊടയൊക്കെ വെച്ചിട്ട് ചാരിഗസിലൊക്കെ കിടക്കുന്നുണ്ട്. 150 എത്രയാണെന്ന് എനിക്കറിയില്ല. എത്രയോ ബാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണങ്ങാൻ കിടക്കാം. ഇവിടെ വെയിലൊന്നും ഇല്ല കേട്ടോ. ഇവിടെ കൊടയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഒരെണ്ണം വാങ്ങിച്ച് അച്ഛനെ അവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ ബാഗും കാര്യങ്ങളും സേഫ്റ്റിയിൽ അച്ഛൻ്റെ അടുത്ത് വെക്കാന്നുള്ളത്. വാവ് പിതാശ്രീ ഡ്രസ്സൊക്കെ ഊരിക്കളാ, ബിക്കിനി ഇട്ട് കിടക്ക്. രണ്ട് സാധനങ്ങൾ രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ബീച്ചിലേക്ക്. ബ്ലാക്ക് കളറുള്ള ആ ഒരു സീവീഡ് ഒരു ജീവി ഉണ്ടല്ലോ, മുള്ളുള്ളത്. അപ്പോൾ അത് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അവരെവിടെയോ അതിനെ കണ്ടെന്നും പറഞ്ഞു നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അതെങ്ങാനും കാലിൽ പെട്ട് കഴിഞ്ഞാൽ പണിയാണ്, നല്ല പെയിനായിരിക്കും. സൂക്ഷിച്ച് വേണം ഇതിനകത്തേക്കൊക്കെ ഇറങ്ങാനായിട്ട്. മര്യാദക്ക് നിങ്ങളെല്ലാവരും കൂടി ഇതിപ്പോൾ നമുക്ക് 4 മണിക്കുള്ള കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളുടെ ട്രാവലിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോഴാണ് ഒരു സംഭവം. ഇവിടെ അവർ ഫോട്ടോ നമ്മളുടെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയില്ലായിരുന്നു, പക്ഷെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നു. എന്ത് രസം, അടിപൊളി പിക്ക്. ഭയങ്കര ഹാപ്പി. പൈസ കൊടുത്തിട്ടാണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര നല്ല ഫോട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് തായ്ലൻഡിലെ അടുത്ത വ്ലോഗുമായിട്ട് കാണാം.